വെൽക്കം ബാക്ക്. നമ്മൾ കോസ്റ്റിംഗ് ആണ് എടുക്കാൻ പോണേ. ഈ വീഡിയോക്കകത്ത് നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പോർഷനിൽ പ്രധാനമായിട്ട് കയറി വരുന്ന പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് കയറി വരുന്ന 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ ത്രൂപുട്ട് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്ന 2-3 ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ഈ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. ഓക്കെ, എന്താണ് ത്രൂപുട്ട് കോസ്റ്റിംഗ്? ഫസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു സാധനമാണ്. ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് പഠിച്ച ഒരു കാര്യം കൂടെ ഇങ്ങോട്ട് കടമെടുക്കേണ്ടി വരും. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന സാധനം തന്നെ കോൺട്രിബ്യൂഷനാണ് അല്ലേ. ഏതിൽ നിന്ന്? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. ഓക്കെ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഏതിനകത്തും പറയണേ, ഈ പറയുന്ന ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന എലമെൻറ്റിനകത്തും പറയണേ. ദാറ്റ് മീൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. പക്ഷേ നോർമൽ കേസിനകത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് മെറ്റീരിയലും പിന്നെ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ലേബർ അല്ലേ. പക്ഷേ അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ് നമ്മളോട് എടുത്തു പറയുന്നത് ഈ ലേബർ എന്ന് പറയുന്ന പോയിന്റിനെ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന കോസ്റ്റിനെ നമുക്ക് ഫുൾ ടൈം എന്താണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന വേരിയബിൾ ആണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? സോ അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അണ്ടർ വേരിയബിൾ കോസ്റ്റ് ഏത് മാത്രമേ നമുക്ക് വരുള്ളൂ? മെറ്റീരിയലിൻ്റെ എലമെൻറ്റ് മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഒക്കെ പറയുന്നത് പോലെ വേറൊരു കോസ്റ്റിംഗ് മെത്തേഡാണ്, വേറൊരു കോസ്റ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ത്രൂപുട്ട് കോസ്റ്റിങ്ങിനകത്തും ഡിസിഷൻ എടുക്കുന്നതെല്ലാം ഏതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്? ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഡിസിഷനും കാര്യങ്ങളെല്ലാം എടുക്കണേ. പക്ഷേ ഒറ്റ കാര്യം, അവിടെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മാത്രമേ മൈനസ് ചെയ്യുള്ളൂ? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ മൈനസ് ചെയ്യുന്നുള്ളൂ. ബാലൻസ് കിട്ടുന്നതിനെ നമുക്ക് എന്തായിട്ടും പറയാം? കോൺട്രിബ്യൂഷൻ ആയിട്ടും പറയാം. മനസ്സിലായോ? രണ്ട് അഡീഷണൽ ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ 2 അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ് നമുക്ക് പറയണേ. ഒന്ന്, ഈ പറയുന്നത് പോലെ ത്രൂപുട്ട് റേഷ്യോ എന്താണെന്ന് നോക്കണം, നമ്പർ 1. ആൻഡ് നമ്പർ 2, എന്താണ് ത്രൂപുട്ട് എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം നോക്കണം. ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻസും കൂടെ നമുക്ക് ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണം. ഹിയർ ത്രൂപുട്ട് എഫിഷ്യൻസി മീൻസ് ടോട്ടൽ ത്രൂപുട്ട് കോസ്റ്റിംഗ് എത്രയാണോ ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ്. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഈ പറയുന്ന പോലെ എഫിഷ്യൻസി എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് കയറി വരുന്നത്. മനസ്സിലായി? നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ബേസിക്കലി ത്രൂപുട്ട് കോസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ് സാധാരണ രീതിയിൽ എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. അതുകൊണ്ടാണ് ആ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കി ഇല്ലുസ്ട്രേഷൻ നമ്പർ 10 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ദ മോഡേൺ കമ്പനി പ്രൊഡ്യൂസസ് 3 പ്രൊഡക്റ്റ് A, B, C, ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ആർ ഷോൺ ബിലോ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് തന്നിട്ടുണ്ട്, മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് അല്ലേ. ടൈം റിക്വയർഡ്, ടൈം റിക്വയർഡ് ഓൺ ദ ബോട്ടിൽ നെക്ക്, ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ടൈം എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അഡീഷണലി ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, ദർ ആർ 3,20,000 ബോട്ടിൽ നെക്ക് അവേഴ്സ് അവൈലബിൾ ഈച്ച് മന്ത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അവേഴ്സാണ് അല്ലേ. അത് എത്ര മാത്രമേ ഉള്ളൂ? 3,20,000 അവേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കാൽക്കുലേറ്റ് ദ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ബേസ്ഡ് ഓൺ ദ ത്രൂപുട്ട് കൺസെപ്റ്റ്. ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റർണൽ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു? അതായത് ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, വേണ്ടേ? കോൺട്രിബ്യൂഷൻ ബൈ ലിമിറ്റിംഗ് ഫാക്ടർ ചെയ്യണം, അതിനടിസ്ഥാനപ്പെടുത്തി റാങ്ക് ചെയ്യണം. ഇവിടെയും അതേ തന്നെയാണ് ചെയ്യണേ. നോക്കാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എത്രയൊക്കെയാ? നോക്കാം. 7 എടുക്കുമ്പോൾ 120, 60. സോ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യണേ. അതായത് സെല്ലിംഗ് പ്രൈസ് 120 ആണ്, മെറ്റീരിയൽ 60 ആണ്. മനസ്സിലായോ? ഏത് നമ്മൾ മൈനസ് ചെയ്യുന്നില്ല? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഏത് മാത്രമേ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ? മെറ്റീരിയൽ മാത്രമേ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. സോ നോക്കി, അങ്ങനെ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഈ പറയുന്ന ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്ന എത്ര വരും? എയുടെ 60, ബിയുടെ 40, സിയുടെ 45 അല്ലേ. വേണമെങ്കിൽ ഈ കോൺട്രിബ്യൂഷനൊക്കെ എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാം. ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 60, 40, 45 വരും. ഇനി ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്, ടൈം എത്രയൊക്കെയാ? 5, 4, 3 ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോൺട്രിബ്യൂഷൻ ബൈ ലിമിറ്റിംഗ് ഫാക്ടർ ചെയ്യേണ്ടി വരും.
ആണോ? എത്രയൊക്കെ വരും? 60 ഡിവൈഡഡ് ബൈ 5 12, 40 ഡിവൈഡഡ് ബൈ 4 10, 45 ഡിവൈഡഡ് ബൈ 3 15 അല്ലേ? ഇനി ഈ പറയുന്ന ഇതിനടിസ്ഥാനപ്പെടുത്തി, ഈ കിട്ടുന്ന വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റാങ്ക് ചെയ്യണം. റാങ്ക് നമ്പർ 1, റാങ്ക് നമ്പർ 2, റാങ്ക് നമ്പർ 3. ദാറ്റ് മീൻസ് ആദ്യം നമ്മൾ സി പ്രൊഡ്യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എ പ്രൊഡ്യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബി പ്രൊഡ്യൂസ് ചെയ്യണം. ആണല്ലോ? അഡീഷണലി പ്രോബ്ലത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷനും കൂടെ ഉണ്ട്. ടോട്ടൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3,20,000 അവേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആണോ? പ്രോബ്ലത്തിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 3,20,000 അവേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ആദ്യമേ നമുക്ക് സി പ്രൊഡ്യൂസ് ചെയ്യാം. സി പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് സിയുടെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 40,000 ആണ് സിയുടെ ഡിമാൻഡ്. ഇതേ ഓക്കെ, സി പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്കൂർ വെച്ച് വേണം? 3 മണിക്കൂർ വെച്ച് വേണം. മനസ്സിലായോ? അതിനകത്ത് കൂടുതൽ റാങ്ക് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ത്രൂപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്ന അത് കൂടുതലായതുകൊണ്ട് നമ്മൾ സി ആണ് ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്യണേ. സോ സി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 40,000 യൂണിറ്റ്സ് ആണ്. ഓരോ യൂണിറ്റ്സിന് 3 മിനിറ്റോ 3 മണിക്കൂറോ വെച്ച് വരും. ദാറ്റ് മീൻസ് 1,20,000 വരും 3 മണിക്കൂർ വെച്ച് ചെയ്യുമ്പോൾ. അതായത് ടോട്ടൽ 3,20,000 അവേഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് 1,20,000 അവേഴ്സ് മൈനസ് ചെയ്യാം. മനസ്സിലായോ? ബാലൻസ് എത്ര വരും? 2 lakh അവേഴ്സ് ഇപ്പോഴും ബാക്കിയുണ്ട്. സോ റാങ്ക് 1 തീർന്നു. അടുത്തത് ചെയ്യേണ്ടത് റാങ്ക് 2 ആണ്. ദാറ്റ് മീൻസ് എ ആണ്. എയുടെ ഡിമാൻഡ് എത്രയാണ്? 30,000 യൂണിറ്റ്സ് ആണ് എയുടെ ഡിമാൻഡ്. ഓരോ യൂണിറ്റിനും 5 മണിക്കൂറും വെച്ച് വേണം. ദാറ്റ് മീൻസ് 1,50,000 അവേഴ്സ് എക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അല്ലേ? സോ ബാലൻസ് എത്ര ഉള്ളൂ? ബാലൻസ് 50,000 അവേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാലൻസ് 50,000 അവേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ 50,000 അവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏത് പ്രൊഡ്യൂസ് ചെയ്യാം? സി എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ബി എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. സിയും എയും തീർന്നു. ഇനി ബി പ്രൊഡ്യൂസ് ചെയ്യാം. ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോക്കി, ഒരു യൂണിറ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മണിക്കൂർ വേണം? 4 മണിക്കൂർ വേണം അല്ലേ? സോ അവൈലബിൾ ആയിട്ടുള്ള 50,000 ഡിവൈഡ് ബൈ 4 എത്ര യൂണിറ്റ്? 12,500 യൂണിറ്റ്സ് നമുക്ക് ഏതും പ്രൊഡ്യൂസ് ചെയ്യാം, സിയും പ്രൊഡ്യൂസ് ചെയ്യാം. സോ എ ഇസ് ടു ബി ഇസ് ടു സി എന്ന് പറയുമ്പോൾ 30,000 ഇസ് ടു 12,500 ഇസ് ടു 40,000 യൂണിറ്റ്സ് എന്ന് വരും. മാർജിനൽ കോസ്റ്റിംഗിൽ ചെയ്ത അതേ പ്രോബ്ലം, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അവിടെ കോൺട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിച്ചത്, ഇവിടെ കോൺട്രിബ്യൂഷൻ അല്ല കണ്ടുപിടിച്ചത്. പകരം ഏതാ കണ്ടുപിടിച്ചത്? ത്രൂപുട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രൂപുട്ട് പെർ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ചെയ്തത്, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തിയത്. മനസ്സിലായോ? ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 11. CAD company makes a product using 3 machines X, Y and Z. That means ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെഷീനറിയുടെയും ആവശ്യമുണ്ട്. എക്സും വൈയും സെഡും വേണം. ദ പ്രൊഡക്റ്റ് ഹാസ് പാസ് ത്രൂ ഓൾ 3 മെഷീൻസ്. ദാറ്റ് മീൻസ് ഒരു മെഷീനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മൂന്ന് മെഷീനറിയിൽ കൂടെ ആ പ്രൊഡക്റ്റ് കയറി പോകണം. അടുത്തത്, ദ കപ്പാസിറ്റി ഓഫ് ഈച്ച് മിഷൻ ഈസ് ആസ് ഫോളോസ്. കപ്പാസിറ്റി ആണ്. എക്സിന് 800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, വൈക്ക് 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, സെഡിന് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, ഇത് മൂന്നിലും കൂടെ കടന്നു പോയാലേ ഒരു യൂണിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ എക്സ് മാത്രം വിചാരിച്ചാലോ വൈ മാത്രം വിചാരിച്ചാലോ സെഡ് മാത്രം വിചാരിച്ചാലോ പറ്റില്ല. ശ്രദ്ധിച്ചാൽ അടുത്തത്, ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് 1000 യൂണിറ്റ്സ് പെർ വീക്ക്. നമ്മുടെ ആക്ച്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ഉണ്ട്. ഫോർ എവറി അഡീഷണൽ യൂണിറ്റ് സോൾഡ് പെർ വീക്ക് ദ പ്രോഫിറ്റ് ഇൻക്രീസ് ബൈ 50,000. മനസ്സിലായോ? ആൻഡ് ദ CAD company considering the following possible purchases. ഓക്കെ, 3 പർച്ചേസിങ് ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് 1000 യൂണിറ്റ് വേണം. 1000 യൂണിറ്റ് നിലവിൽ നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. നിലവിൽ നടത്താൻ പറ്റുന്ന മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര മാത്രമായിരിക്കും? 500 യൂണിറ്റ്സ് മാത്രമായിരിക്കും അല്ലേ? നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയ മാക്സിമം യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 500 മാത്രം. കാരണം എന്താ? എക്സിൽ 800 പ്രൊഡക്ഷൻ നടത്തിയിട്ടും കാര്യമില്ല. കാരണം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈ 3 മിസ്റ്ററിയിലും കയറി ഇറങ്ങണം വേണ്ടേ? സോ ഒരു വീക്ക്, ഒരാഴ്ചയിൽ നമുക്ക് മാക്സിമം നടത്താൻ പറ്റുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 500 മാത്രമാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഡിമാൻഡ് എത്രയുണ്ട്? 1000 ഉണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പറയുന്നത്. നമ്പർ 1, റീപ്ലേസ് മിഷൻ എക്സ് വിത്ത് എ ന്യൂവർ മോഡൽ. This will increase the capacity to 1,100 unit per week and cost 60 lakhs.
അതായത് എക്സിനെ മാറ്റി പുതിയ മിഷനറി കൊണ്ടുവന്നാൽ നോക്കി 800 എന്ന് പറയുന്നത് എത്രയായി? 1100 അല്ലേ? അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, വൈയും സെഡും അങ്ങനെ തന്നെ കിടത്തിയിട്ട് എക്സ് മാത്രം മാറ്റിയിട്ട് ഒരു കാര്യമില്ല, ആണോ? അടുത്തത് നമ്പർ 2, ഇൻവെസ്റ്റ് ഇൻ എ സെക്കൻഡ് മിഷൻ വൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇൻക്രീസിങ് ദ കപ്പാസിറ്റി ഓഫ് 550 യൂണിറ്റ്സ്. നിലവിൽ വൈ 600 യൂണിറ്റ്സ് ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്താൽ, ഓക്കെ, അല്ലെങ്കിൽ പുതിയ സെക്കൻഡ് മിഷനറിക്കകത്ത് റീപ്ലേസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് എത്ര കിട്ടും? 550 ആയി. ദാറ്റ് മീൻസ് 600 പ്ലസ് 550 1150 ആവും. മനസ്സിലായോ? സോ ആദ്യമേ എക്സ് എന്ന് പറയുന്ന മിഷൻ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എക്സ് 1100 ആവും, 800 മാറി 1100 ആവും. ഇനി വൈ എന്ന് പറയുന്ന മിഷനും റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ വൈ 1150 ആവും. എന്നിട്ടും നിങ്ങൾ ആലോചിക്കുക, വല്ല കാര്യമുണ്ടോ? കാരണം എന്താ? സെഡിലാകെ 500 ഉള്ളൂ. സോ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്ഗ്രേഡ് മിഷൻ സെഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 75 lakhs, ഇൻക്രീസിങ് കപ്പാസിറ്റി ഓഫ് 1050 യൂണിറ്റ്സ്. സോ സെഡ് അപ്ഗ്രേഡ് ചെയ്യുക, സെഡ് എത്രയാവും? 1150 ആവും. ചെയ്താൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് CAD കമ്പനീസ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അണ്ടർ ത്രൂപുട്ട് അക്കൗണ്ടിങ്? ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കണേ. ഏറ്റവും ബെസ്റ്റ് ഏത് തന്നെയായിരിക്കും? എല്ലാ മിഷൻസും റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്ന എലമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? എക്സ് മാത്രം പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ? വൈയും സെഡും ഡിമാൻഡിന് താഴെയാണ്. വൈ മാത്രം പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എക്സും വൈയും പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. സെഡ് ആകെ 500 ഉള്ളൂ. സോ ഇവിടെ ഇത് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന ഡിമാൻഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈ 3 മിഷനറി നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? റീപ്ലേസ് ചെയ്തേ പറ്റൂ. ചെയ്താൽ മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. നമ്മൾ പറഞ്ഞ 2 ഇക്വേഷൻസ്, ഈ പറയുന്ന ത്രൂപുട്ട് കോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്ന 2 ഇക്വേഷൻസും കൂടെ പറയുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, നോക്കി. എ ഫാക്ടറി ഹാസ് കീ റിസോഴ്സ് ബോട്ടിൽ നെക്ക് ഓഫ് ഫെസിലിറ്റി എ വിച്ച് ഈസ് അവൈലബിൾ ഫോർ 31,300 മിനിറ്റ്സ് പെർ വീക്ക്. ഒരാഴ്ചയിൽ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 31,300 hours ആണ്. ഇനി ദ ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ദ ഡാറ്റ ഓൺ ദ 2 പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ ആർ ഷോൺ ബിലോ. ഫാക്ടറി കോസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫാക്ടറി കോസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2 മെറ്റീരിയലിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് എക്സ് 35 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. മെറ്റീരിയൽ കോസ്റ്റ് 20 രൂപ വരും, അല്ലേ? സോ നമ്മൾ ത്രൂപുട്ട് പറഞ്ഞത് പ്രകാരം നമ്മുടെ ഏക വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 രൂപ വരും. ഇനി നോക്കിയേ, ടൈം എത്ര സമയം എടുക്കണേ? 5 മിനിറ്റ് ആണ് എടുക്കണേ. മനസ്സിലായോ? അടുത്തത് പ്രൊഡക്റ്റ് വൈ 35 ആണ് സെല്ലിംഗ് പ്രൈസ്. ഈ പറയുന്ന പോലെ മെറ്റീരിയൽ കോസ്റ്റ് 17.5 വരും. അവിടെ എത്ര മിനിറ്റ് എടുക്കും? ഈ എയുടെ ഡബിൾ, എക്സിൻ്റെ ഡബിൾ എടുക്കും. വൈക്ക് 10 മിനിറ്റ് എടുക്കും. മനസ്സിലായോ? ഇനി ചോദിച്ചത് ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ് പെർ വീക്ക്, അതായത് മെറ്റീരിയൽ കഴിഞ്ഞിട്ടുള്ള ഫാക്ടറി കോസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ് അതിനകത്ത് ഏതൊക്കെ വരും? ഡയറക്റ്റ് ലേബർ വരും, ഇൻഡയറക്റ്റ് ലേബർ, പവർ, ഡിപ്രീസിയേഷൻ, സ്പേസ് കോസ്റ്റ്, എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ടോട്ടൽ കോസ്റ്റ് വരും. ഓക്കെ, കൂടാതെ ആക്ച്വൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് വീക്ക് 4750 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എക്സ് ആൻഡ് 650 യൂണിറ്റ്സ് ഓഫ് വൈ. ചെയ്ത് മനസ്സിലായോ? 4750 യൂണിറ്റ് എക്സും 650 യൂണിറ്റ് വൈയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് വാസ് 78,250. ചെയ്ത് മനസ്സിലായോ? എങ്ങനെയൊക്കെയാ? അതായത് ഇവിടെ പറഞ്ഞത് ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ് ആണ്. ഇത്രയും ഉണ്ടായിരിക്കണേ. നമുക്ക് നോക്കാം അത് എത്ര വരും നോക്കാം. ഫസ്റ്റ് വൺ 25,000 പ്ലസ് 12,500, 1,750, 22,500, 8,000, 3,500 പ്ലസ് 5,000. ദാറ്റ് മീൻസ് 78,250 റുപ്പീസ് വരും നമ്മുടെ ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ്. ചെയ്താൽ മനസ്സിലായോ? എങ്ങനെയാ നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആയിട്ട് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നോക്കിയേ, ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റാ എത്ര രൂപയാണ്? 78,250. ചെയ്താൽ മനസ്സിലായോ?
ഓക്കെ ഓക്കെ സോ ഇവിടെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റഡ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 78,250 വരും. ഇനി നമ്മളോട് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണേന്ന് നോക്കാം. അതായത് നോക്കി ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണെന്ന് അറിയണം, നമ്പർ 1. ആൻഡ് കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എത്രയാണെന്ന് അറിയണം, നമ്പർ 2. റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ് ഫോർ ബോത്ത് ദ പ്രൊഡക്റ്റ്, ഫാക്ടറി മിനിറ്റിന് ഉണ്ടാവുന്ന റിട്ടേൺ എത്രയാണെന്ന് അറിയണം. ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഫോർ ബോത്ത് ദ പ്രൊഡക്റ്റ് അറിയണം. ആൻഡ് ത്രൂപുട്ട് കോസ്റ്റ് പെർ ദ വീക്ക്, ടോട്ടൽ ത്രൂപുട്ട് കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. ആൻഡ് എഫിഷ്യൻസി റേഷ്യോ എത്രയാണെന്ന് അറിയണം. അതായത് ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ത്രൂപുട്ട് റേഷ്യോയും പിന്നെ ഒന്ന് അതിൻ്റെ എഫിഷ്യൻസി റേഷ്യോയും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിയേ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ചെയ്തപ്പം 78,250 കിട്ടി അല്ലേ? ദേ നമ്മൾ കണ്ടുപിടിക്കുകയല്ല, അവർ തന്നിട്ടുമുണ്ട്. എത്രയായിരുന്നു? 78,250 ആയിരുന്നു ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആണോ? സോ ഫസ്റ്റ് എളുപ്പമാണ്. രണ്ടാമത്തെ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്. കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എത്ര വരും? ഇവിടെ നോക്കി ടോട്ടൽ മിനിറ്റ്സ് 31,300 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് 78,250 ഡിവൈഡ് ബൈ 31,300 എത്ര വരും? ഓരോ മിനിറ്റിനും 2 രൂപ 50 പൈസ വെച്ച് വരും. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് ഫോർ ബോത്ത് ദ പ്രൊഡക്റ്റ്. റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ്. സോ നോക്കിയേ എങ്ങനെ റിട്ടേൺ കണ്ടുപിടിക്കാം? 35 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ആണോ? സോ 35-ൽ നിന്ന് നമുക്ക് 20 മൈനസ് ചെയ്യാം. സോ അവിടെ റിട്ടേൺ ത്രൂപുട്ട് ആയതുകൊണ്ട് റിട്ടേണിൽ മൈനസ് ചെയ്യേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ്. സോ 30 മൈനസ് 20 15 വരും അല്ലേ? 15 ആണ് നമ്മുടെ റിട്ടേൺ. എത്ര മിനിറ്റിന്? 5 മിനിറ്റിന്. സോ ഓരോ മിനിറ്റിനും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഏതിനെയും കണ്ടുപിടിക്കാം. 35 മൈനസ് 17.5 റിട്ടേൺ വരും ഡിവൈഡ് ബൈ 10 മിനിറ്റ്സ്. നോക്കാം നമുക്ക്. ആൻസർ ആണേ. നോക്കി ആദ്യത്തെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 78,250. രണ്ടാമത്തെ കോസ്റ്റ് ഫാക്ടറി മിനിറ്റ്, കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്. ദാറ്റ് മീൻസ് 78,000 ഡിവൈഡ് ബൈ 31,300 എത്ര വരും? 250 വരും. ഇനി ചോദിച്ചിരിക്കുന്നത് റിട്ടേൺ പെർ അല്ലേ? റിട്ടേൺ പെർ മിനിറ്റാണ്. സോ എന്ത് ചെയ്യാം? 35 മൈനസ് 20. 35 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസും 20 എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റാണ്. സോ 35 മൈനസ് 20 ഡിവൈഡ് ബൈ 5 3 വരും. അടുത്തത് വൈയുടെ 35 മൈനസ് 17.5 ഡിവൈഡ് ബൈ 10 1.75 വരും. മനസ്സിലായി? ആദ്യത്തെ 3 എളുപ്പമാണ്. നാലാമത്തെയാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോണേ, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. അക്കൗണ്ടിങ് റേഷ്യോനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇത്രേ ഉള്ളൂ, അക്കൗണ്ടിങ് റേഷ്യോ, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. അതായത് നമ്മൾ റിട്ടേൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, റിട്ടേൺ പെർ മിനിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ മിനിറ്റ് എത്രയാണെന്ന് നോക്കണം. കോസ്റ്റ് പെർ മിനിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 2.5. മനസ്സിലായി? സോ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത് റിട്ടേൺ ഡിവൈഡ് ബൈ കോസ്റ്റ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ റിട്ടേൺ എത്രയാണ് പറഞ്ഞത്? എക്സിൻ്റെ റിട്ടേൺ 3 ആണ് എക്സിൻ്റെ റിട്ടേൺ പറഞ്ഞത് അല്ലേ? എക്സിൻ്റെ റിട്ടേൺ 3 ആണ് പറഞ്ഞത്. കോസ്റ്റ് വരുന്നത് 2.5. ദാറ്റ് മീൻസ് 1.2 വരും. അടുത്തത് വൈയുടെ 1.75 ആണ് റിട്ടേൺ പറഞ്ഞത്, ഡിവൈഡ് ബൈ 2.5 0.7 വരും. ചെയ്ത മനസ്സിലായോ? ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഏതാ? നമ്മുടെ സ്റ്റാൻഡേർഡ് മിനിറ്റ്സ്, അതായത് ത്രൂപുട്ട് കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയേ നമുക്ക് അറിയാവുന്നത് 4750 പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. എക്സ് ഓരോ പ്രൊഡക്റ്റിനും 5 മിനിറ്റ് വെച്ചെടുത്തു. അതേപോലെ തന്നെ വൈ 650 മിനിറ്റ് ആണ് വൈ. ഓക്കെ, ഓരോ പ്രൊഡക്റ്റിനും 10 മിനിറ്റ് എടുത്തു. ദാറ്റ് മീൻസ് ടോട്ടൽ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 30,250 മിനിറ്റ്സ് വരും. 30,250 മിനിറ്റ്സ് വരും. ആൻഡ് ദ നെക്സ്റ്റ് നോക്കി കോസ്റ്റ് എത്രയാ? കോസ്റ്റ് എത്രയാ? അതായത് 30,250 മിനിറ്റ്സ് ആണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓരോ മിനിറ്റ്സിനും എത്ര വെച്ചിട്ടാണ്? 2.5 പെർ മിനിറ്റ്സ് ആണ്. സോ ടോട്ടൽ ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 75,625 വരും.
എങ്ങനെ കോസ്റ്റ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. എക്സും വൈയും എത്ര യൂണിറ്റ് വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കി, ഓരോ യൂണിറ്റിനും എത്ര മിനിറ്റ് വെച്ചിട്ടാണെന്ന് നമ്മൾ നോക്കി. അതേ ഇൻറ്റു ഓരോന്നിൻ്റെയും നമ്മുടെ ഏതാ മിനിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കി. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2.5. ദാറ്റ് മീൻസ് ടോട്ടൽ 30,250 മിനിറ്റ്സ് വരും. ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 75,625 വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, എഫിഷ്യൻസി. ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്. മനസ്സിലായോ? ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്, അതിനെ നമുക്ക് എഫിഷ്യൻസി ആണെന്ന് പറയാം. ഇവിടെ നോക്കി, അതായത് 75,625 ആണ് നമ്മുടെ ത്രൂപുട്ട് കോസ്റ്റ് ആയിട്ട് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ ആക്ച്വൽ കോസ്റ്റ് 78,000, അല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചത് എത്രയായിരുന്നു? 78,250 ആണ് മാറ്റി വെച്ചത്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും? 96.6% എഫിഷ്യൻസി വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ഈ പറയുന്ന ത്രൂപുട്ട് കോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഒരു 2 പ്രോബ്ലം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.